എന്തും നിങ്ങൾക്ക് കിട്ടും. എന്തും കിട്ടും. എന്റെ ക്ലാസ് രാവിലെ ഇപ്പം ഒരു ഈ ലൈഫ് കോച്ചിങ് നിങ്ങൾ വലിയൊരു കോഴ്സിന് ചേർന്ന മട്ടാ. വലിയൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ രാവിലെ നല്ല ക്ലാസ് കിട്ടൂലേ? അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് മോട്ടിവേഷനായി മാറരുത്. എന്താ മോട്ടിവേഷൻ? നമ്മുടെ മോട്ടിവേഷൻ കൊടുക്കുന്നില്ല, മോട്ടിവേഷൻ വിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഈ ക്ലാസ് ഒരു മോട്ടിവേഷൻ അല്ല കേട്ടോ. ഒരു ക്ലാസ്സും മോട്ടിവേഷൻ അല്ല. അങ്ങനെ വിചാരിക്കുക ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ ജീവിതമാണ്. ജീവിതമാണ്, മോട്ടിവേഷൻ അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഫിലോസഫി അറിയാം. ഫിലോസഫി അല്ലെ? ഫിലോസഫി അത് ഇന്നത് കൊണ്ടാണ്. ആത്മവിശ്വാസം വേണം, ആത്മധൈര്യം വേണം. ഫിലോസഫിയാണ് അതല്ല അല്ലെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ കുറെയൊക്കെ ഫിലോസഫി അറിയാം. അതുകൊണ്ടാണ് ആൾക്കാരോട് വന്നിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത് കിട്ടുക എന്ന് വിചാരിച്ചിട്ട് അല്ലെ? അപ്പൊ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാമ സാർ വളരെ സുന്ദരമായിട്ട് നല്ല നൊസ്റ്റാൾജിക്കായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അല്ലെ? നമ്മൾ ഇതൊക്കെ ഞാനും ഈ ട്രെയിനേഴ്സും ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവും. നൗഷിത്ത് ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ ഫിലോസഫി എല്ലാവർക്കും പറയാൻ കഴിയും. ഇങ്ങനെ ദൈവമുണ്ട്, ഈശ്വരനുണ്ട്, എല്ലാം അവനിൽ നിന്നാണ് കിട്ടുന്നത്. ആത്മവിശ്വാസക്കുറവിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഭയം മാറ്റണം. ഒക്കെ പറയാൻ ഭയങ്കര എളുപ്പല്ലേ? പറയാൻ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ പറച്ചിലാണ്. പറച്ചിൽ നിങ്ങൾ നിർത്തിയിട്ട് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങൾ ഫീൽ ചെയ്യണം. ഫിലോസഫി ഫീൽ ചെയ്യണം. അതിനാണ് രാവിലെ വന്നിരിക്കാൻ പറഞ്ഞത്. ഫീൽ ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മുടെ ഈ സോൾ അവേക്കണിങ് പ്രോസസ്. ആത്മാവിനെ ഉണർത്തുക, അത് മാത്രമേ മാർഗമുള്ളൂ. വേറെ മാർഗങ്ങളില്ല. കുറുക്കു വഴികളില്ല. കുറുക്കു വഴികളില്ല. എത്രയൊക്കെ കേട്ടാലും എന്തൊക്കെ പഠിച്ചാലും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുക. പൂർണ്ണമായ സമർപ്പണത്തിലൂടെ കൃത്യമായി തുടച്ച് വൃത്തിയാക്കി അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വൃത്തിയാക്കിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണമായിട്ടും തുടച്ചു വൃത്തിയാക്കുന്ന ദിവസം മുതലാണ് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങളിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഇംപ്ലിമെന്റ് ആവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പണം, ഇഷ്ടമുള്ള സമയത്ത് സന്തോഷം, ഇതൊക്കെ എല്ലാവരും പഠിപ്പിക്കുന്നതല്ലേ? ലോ ഓഫ് അട്രാക്ഷനും NLPയും EFTയും നിങ്ങളുടെ സ്ട്രെസ് മാറ്റാൻ, ടെൻഷൻ മാറ്റാൻ. അത് എന്നിട്ടും പിന്നെ വീണ്ടും വീണ്ടും അത് തിരിച്ചു വരുന്നതിന് കാരണം തിരിച്ചു വരരുത്. നമുക്കൊരു വിഷമമുണ്ട്, ആ വിഷമം മാറ്റിയ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കരുത്. അത് ശാശ്വതമായിട്ട് മാറ്റിക്കളയും. ശാശ്വതമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ എവിടെയൊക്കെ പോയി പരീക്ഷിച്ചാലും എന്തൊക്കെ ചെയ്താലും വീണ്ടും ഇത് തന്നെ ചെയ്യേണ്ടി വരും. അതിലും ഭേദം എത്രയും പെട്ടെന്ന് അത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇതിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. 7 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലമാണ് ഈ 41 ദിവസത്തെ നിങ്ങളുടെ ഒന്നാമത്തെ തലം. 7 തലങ്ങളാണ് ഇതിലുള്ളത്. 7 തലങ്ങൾ. 7ാമത്തെ തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. ഓക്കെ, അത് അത്ര വലിയൊരു ആർക്കും എത്താം. ഏത് സാധാരണക്കാരനും എത്താം. സാധാരണക്കാരന് എത്താം എന്നതിന് തെളിവാണ് മനുഷ്യരായി തന്നെ ഈ ഭൂമിയിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ ആളുകൾ വന്നു പോയത്. മനുഷ്യരായി വന്ന് ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. മനുഷ്യരുടെ ഇടയിൽ തന്നെ ജീവിച്ച് പറഞ്ഞു പോയത്. അല്ലെങ്കിൽ വേറെ പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ അവർക്കൊക്കെ. മനുഷ്യരായി തന്നെ വന്ന് മനുഷ്യരായി തന്നെ ജീവിച്ച് എല്ലാ ധർമ്മങ്ങളിലും നിങ്ങൾ നോക്കിക്കോ.
നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വന്നവർ, നമ്മളെ ധർമ്മം പഠിപ്പിക്കാൻ വന്നവരെല്ലാം മനുഷ്യരായിട്ടാണ് വന്നത്. മനുഷ്യരായിട്ടാണ് വന്നത്. എന്നിട്ടും മനുഷ്യൻ പാഠം പഠിക്കും. പിന്നെയും അവന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ തികട്ടി തികട്ടി കയറിക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. പക്ഷെ ഇത് കേട്ടോണ്ട് മാത്രം മാറ്റം വരൂല. നിങ്ങളത് എന്താണ് എന്ന് ഫീൽ ചെയ്യണം. നിങ്ങൾ അതായി മാറണം. സാറിന്റെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് ഒരാളും പരാതി പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്റെ സാമ്പത്തിക പ്രശ്നം മാറിയില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം കേൾക്കുന്നതിലല്ല ഇത് മാറുന്നത്. നിങ്ങൾ അങ്ങനെയായി മാറുന്നതിലാണ്. നിങ്ങൾ ചേഞ്ച് ആകുമ്പോഴാണ് നിങ്ങളുടെ ലോകം മാറുന്നത്. ഒരു ജനത മാറാത്തിടത്തോളം കാലം ഒരിക്കലും ദൈവം അവരുടെ അവസ്ഥ മാറ്റും. നിങ്ങൾ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറും. ദൈവം ഒരിക്കലും മാറിയിട്ടില്ല. ദൈവം കാരുണ്യവാനാണ്, എല്ലാം നൽകുന്നവനാണ്. നിങ്ങളാണ് മാറുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒഴുകുന്ന സമ്പത്തിന്റെ രഹസ്യം എന്ന വിഷയമാണ്. ഒഴുകുന്ന സമ്പത്തിന്റെ നിഗൂഢമായ സമൃദ്ധിയുടെ രഹസ്യം, നിധിയുടെ രഹസ്യം. പ്രിയ ആത്മാക്കളെ, ഡിയർ സോൾസ്, ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ പഴയ കാലത്തിനെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിലും മനുഷ്യനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സത്യത്തിൽ സന്തോഷമായി ജീവിക്കാൻ സമ്പത്ത് ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഘടകം. എന്നിരുന്നാലും മനുഷ്യന് പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് പൈസ വേണം. പൈസ ഇല്ലാതെ ഒരിക്കലും ഒരു കാര്യം നടക്കൂല, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാവരും പൈസ വേണം, എന്തിനാണേലും പൈസ വേണം, കിട്ടണം, പൈസ കിട്ടണം എന്ന് പറയും. നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ നല്ല മനുഷ്യനായിട്ടും, നല്ല മനുഷ്യനല്ല, അത് അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. ഈഗോയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും, പല സംശയങ്ങളും, പലതും കുടുങ്ങി കിടക്കുവാണ്. അത് എന്നാലും നല്ല മനുഷ്യനാണ് എന്ന് തന്നെ എടുക്കട്ടെ. ഞാനിതൊക്കെ ചെയ്തിട്ട്, എല്ലാം ഇത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എന്റെ ബിസിനസ് ഇടയ്ക്ക് സ്റ്റക്ക് ആകുന്നത്, വേണ്ട രീതിയിൽ പൈസ വരാത്തത്, കടങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ നിഴല് പോലെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇങ്ങനത്തെ കുറെ കുഴപ്പങ്ങള് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? ഉള്ളവരാണോ ഇല്ലാത്തവരാണോ? ഇല്ലെങ്കിൽ പിന്നെ ഹൈദരാലി സാർ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇനി അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? ഒരു പ്രശ്നവും ഇല്ലാതെ ഉണ്ട്. ഇനി എങ്ങാനും സാറ് പറയാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചാടി ഉണ്ട് എന്നിട്ട്. ഓക്കെ, ഈ ഒരു ക്ലാസ് കൊണ്ട് അത് മാറ്റിക്കോളണം. ഇനിയൊരു ക്ലാസ് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാനില്ല ഈ വിഷയം. നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ത് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചാലും അതൊന്നും വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഇതേ മാറും. നിങ്ങൾ സജീവമായിട്ട് ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് കേൾക്കാനാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സാമ്പത്തികപരമായ എന്ത് പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലും അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാരണം, ആദ്യ കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ സമ്പത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആരാണ് തരുന്നത് എന്ന് നിങ്ങൾ മറന്നുപോയി. നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, എനിക്ക് പൈസ, ചില ആളുകളൊക്കെ എനിക്ക് പൈസ ഞാൻ ഉണ്ടാക്കുന്നതല്ല ദൈവം തരുന്നതാണെന്നൊക്കെ ഒരു മോടിക്ക് പറയുക. പക്ഷെ മനുഷ്യന്റെ വിശ്വാസം എന്ന് പറയുന്നത് പൈസ ഉണ്ടാകുന്നത് ഭയങ്കര കഠിനാധ്വാനം, പരിശ്രമം അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. വലിയ ലാഭമുള്ള വലിയ കൃത്യമായ പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്ത് എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്താണ് കുന്തം? എന്താ നിങ്ങൾ മനസ്സിലാക്കുക? എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ വലിയ പദ്ധതി, അങ്ങനെ പ്ലാൻ ചെയ്ത് എത്ര പദ്ധതികൾ തകർന്നു പോയി. എന്റെ നിങ്ങളുടെ ഒക്കെ പദ്ധതികൾ
എത്ര പ്ലാനുകൾ. എന്നിട്ടാണ് നിങ്ങൾ സ്വന്തം ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ആ ബുദ്ധി അയാളൊക്കെ ഇത് പലരും കോടീശ്വരന്മാരും കോടികളുടെ മോളിൽ കോടികളൊക്കെ ആയത് അവരുടെ ഭയങ്കര അവര് ബ്രില്യന്റ് ആയതുകൊണ്ടാണ് എന്നൊരു ധാരണ. ഇത് ഫേക്ക് ആണോ? അതാണോ സത്യം എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. വലിയ പദ്ധതികൾ, വലിയ പ്ലാനിങ്ങുകൾ, വിജയം വരുന്നത് വലിയ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വിശ്വസിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട് വ്യാജമായ ഒരു ലോകം. അവിടെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ മിടുക്കും, നമ്മുടെ ബുദ്ധിയും, നമ്മുടെ പ്ലാനിങ്ങും, നമ്മുടെ കുറെ കണക്ഷൻസും ബന്ധങ്ങളും ഒക്കെയാണ് നമ്മുടെ ബിസിനസിനെ വിജയിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്കൊരു കടം, നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത ഒരു കടം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക. എവിടെയാണോ നിങ്ങൾ ഡിവൈനിറ്റിയെ, സൃഷ്ടാവിനെ, ഈശ്വരനെ സംശയിച്ചത് അവിടെയാണ് നിങ്ങളുടെ കടം സ്റ്റാർട്ട് ആയത്. എവിടെയാണ് നിങ്ങളുടെ കടം? ഇവിടെ മാത്രമാണ് നിങ്ങളുടെ കട സ്റ്റാർട്ട് ആയത്. നിങ്ങളുടെ ഏത് കടവും എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആശുപത്രി കേസിനല്ലാതെ ഒരു ആശുപത്രി അത് മനുഷ്യന് വരാവുന്നതാണ്. ഒരു വിധിയുടെ ഭാഗമായി വരുന്ന ഒരു ഒരു ഇതാണ് രോഗം. ആ രോഗത്തെ ഫേസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ നിങ്ങളെടുത്ത ഏത് കടങ്ങളും വിശ്വാസമില്ലായ്മ. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ പൈസ എടുത്ത് എന്റെ ബിസിനസ് മോടി ഭയങ്കര ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് അത് ഒളിഞ്ഞുപോയി അതിന്റെ പൈസ. ചിലർ വിചാരിക്കും ഞാൻ വീട് പണിയാണ്. ആ വീട് എനിക്ക് ഇന്ന രീതി തന്നെ വേണം. അതുകൊണ്ട് കടമെടുത്തിട്ട് മോടി വിടും. നിത്യ ചെലവിനായി മാത്രം കടമെടുത്ത ആരും ഉണ്ടാവില്ല. നിത്യ ചെലവിനായി. അതായത് ആദ്യം എടുത്ത കടം പിന്നെ പിന്നെ ആ കടം വീട്ടാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുമ്പോ നിത്യ ചെലവിനും കടം എടുക്കേണ്ടി വരും. പിന്നെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ പണിയുന്ന പൈസ മുഴുവൻ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോ നമ്മൾ എന്ത് പറ്റും? നിത്യ ചെലവിനുള്ള പൈസയ്ക്കും കടം എടുക്കേണ്ട അവസ്ഥ കിട്ടും. മുഴുവൻ കടങ്ങളും നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ വിശ്വാസം, ഈശ്വരനുള്ള വിശ്വാസത്തെ മാറ്റി നിർത്തി നിങ്ങൾ പണത്തിൽ എപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയോ അപ്പോഴാണ് ഈ സാധനം ഉണ്ടായി വരുന്നത്. ഇതിന് എസ്കേപ്പ് ആവാം ഈസി ആയിട്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എസ്കേപ്പ് ആവണം. കടം എടുത്ത് ഇങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കടം ഇങ്ങനെ കൂടും. പിന്നെ അതാണ് തിരിച്ചടയ്ക്കാനുള്ള പാച്ചലായിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ. എല്ലാ പണവും എല്ലാ പണവും എല്ലാ റിസ്ക്കും എല്ലാ കരുതലുകളും ഒഴുകുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല. മറിച്ച് മണ്ണിലെ ഉറുമ്പുകളെയും ആകാശത്തിലെ പക്ഷികളെയും പറവകളെയും സകല ജീവചരാചരങ്ങളെയും ചരങ്ങളെയും അവരൊന്നും കടം വാങ്ങിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ കോഴി നിങ്ങളോട് കടം മേടിക്കണ്ടോ? ആട് കടം മേടിക്കണ്ടോ? പശു കടം മേടിക്കണ്ടോ നിങ്ങളുടെ അടുത്ത്? കടമായിട്ടൊന്നും വാങ്ങണില്ല. അവർക്കറിയാം അവർക്കറിയാം അവരെ പോറ്റുന്നത് അവരുടെ ബുദ്ധിയോ അവരുടെ കഴിവോ ഒന്നുമല്ല. അത് അദൃശ്യമായ ശക്തിയിൽ നിന്നാണ്. അദൃശ്യമായ നിങ്ങൾ അതിനകത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ ലയിച്ചാൽ നിങ്ങളുടെ കടങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല. അതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടം വീടാൻ പറ്റും. എന്ന് വെച്ച് വീണ്ടും വീണ്ടും കടം എടുത്തോണ്ടിരുന്നിട്ട് കടം വീടാനുള്ള എന്ന് പറയരുത്. ആ കടം വീട്ടാനുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ ആദ്യം ഉണ്ടാകും. അങ്ങനെ ആ കടം വീടാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. നമ്മളുടെ കയ്യിലേക്ക് പൈസ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പൈസ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് പണം വരുന്നില്ല, എവിടെയെങ്കിലും സ്റ്റക്ക് ആകുന്നുണ്ട്, എവിടെയെങ്കിലും തടസ്സം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അതിന് കൃത്യമായ കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം നിങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ആണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അറ്റാച്ച്മെന്റ്. ചിലര് പറയുന്നു എനിക്ക് പൈസ വരുന്നുണ്ട് പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല. നിങ്ങളുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് പൈസയുടെ ഉറവിടം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളാണ് പൈസയുടെ ഉറവിടം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു നദിയെ എത്രത്തോളം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ വിരലിനുള്ളിലൂടെ അതിങ്ങനെ ഇങ്ങനെ 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 എഴുതിപ്പോയിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നിയന്ത്രിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഈ പണം വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കും തോറും ആ പുഴ നിങ്ങളുടെ വിരലിനുള്ളിലൂടെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ ഒരു പേപ്പറിൽ. എത്ര ചെറിയ കുട്ടിയായിക്കോട്ടെ ഇതിനകത്ത് വെച്ചാൽ കുഞ്ഞു കുട്ടികളില്ല. ഒരു 18 വയസ്സിന് മുകളിലായിട്ടുള്ളവരായിരിക്കും അധികം ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾ ചെലവാക്കിയ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിയിട്ടോ നിങ്ങൾ സ്വയം അധ്വാനിച്ചിട്ടോ പിന്നെ പ്രായമുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. ടോട്ടൽ നിങ്ങൾ ചെലവാക്കിയ എമൗണ്ട് നിങ്ങളൊന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ശരീരത്തിലായിട്ട് മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്നുമായിട്ട് ചെലവാക്കിയ പണത്തിന്റെ കണക്ക് ഒരു പേപ്പറിൽ എഴുതിയാലോ ഒരു ബുക്കിൽ എഴുതിയാലോ ചിലപ്പോ തികയൂല. ചെറിയ ചെറിയ പൈസ മുതൽ ഇങ്ങെടുത്ത് കഴിഞ്ഞാൽ അതാ അത്രത്തോളം നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തത് നിങ്ങൾ ആ ഒഴുക്കിനെ പൈസയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി ഇങ്ങനെ അണകെട്ടി നിർത്തി ഇവിടെ ഉണ്ടാക്കാം എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആ നിയന്ത്രണം വിട്ട് എന്ന് നിങ്ങൾ ആ പുഴയുടെ ഒഴുക്കിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമില്ലാതെ. എന്ന് നിങ്ങൾ കണ്ടോ ഓരോരുത്തർ ഒരു കോടി രൂപയുടെ മുകളിലൊക്കെ ചെലവാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടോ 1 കോടി ഒന്നല്ല കേട്ടോ, നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത്ര പൈസ നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു നദിയെ എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്നും വഴുതി പോകുന്ന പോലെയാണ് സമ്പത്ത് നിങ്ങൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ കടങ്ങൾ. ഏത് കടങ്ങളാണ്? പൈസയുടെ കട അല്ല. ശ്രദ്ധിച്ചു കേട്ടോളണേ. കേട്ടോ. നിങ്ങളുടെ പൈസയുടെ കട അല്ല നിങ്ങളിലേക്ക് പൈസ വരുത്താത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് പൈസയുടെ കട അല്ല. ഈ ഭൂമിയിൽ പൈസ അടക്കം എല്ലാം എന്താണ്? മനുഷ്യനടക്കം എല്ലാം എന്താണ്? യെസ് എനർജിയാണ്. അല്ലേ? എനർജി. കണ്ടോ, ടൈപ്പ് ചെയ്ത് ഒറ്റയടിക്ക് ആൻസർ വന്നുണ്ടോ? ഭയങ്കര ബുദ്ധിയുള്ളവരാ നമ്മുടെ കൂടെ ഇരിക്കുന്നവർ കേട്ടോ. എനർജി, എല്ലാം എനർജിയാണ്. എല്ലാം അല്ലെ? മനുഷ്യനും പൈസയും ഒക്കെ എനർജിയാണ്. നിങ്ങൾ ഇത്രയും കാലം എടുത്ത എനർജിക്ക് നിങ്ങൾ എന്താണ് തിരിച്ചു നൽകിയത്? ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ടുണ്ട്? ഒരാളല്ല, എല്ലാവരും പറഞ്ഞു ശരിയാണ് ഷുവർ സാർ ഞാൻ എഴുതി നോക്കിയിട്ടുണ്ട്. ചിലർ 1 കോടി എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു അല്ല ഞാൻ ഒരുപാട് ഒത്തിരി പൈസ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ അനുഭവിച്ചതിന് ഇതൊരു അദൃശ്യ ചങ്ങലയാണ്. ഒരു ചങ്ങലയാണിത്. നിങ്ങൾ ഈ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഊർജ കടങ്ങൾ നന്ദിയില്ലാതെ തിരികെ നൽകാതെ നിങ്ങൾ കടം വാങ്ങിയ എത്ര എനർജി, ഒരു വഴിപാടും ചെയ്തിട്ടില്ല, ഒരു നന്ദിയും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നന്ദി പറഞ്ഞിട്ടില്ല. നമ്മുടെ വാക്കുകൾ, ഉദ്ദേശങ്ങൾ എല്ലാം നന്ദി, എല്ലാം എനർജിയാണ്. എല്ലാം ഇവ സാമ്പത്തിക കടങ്ങളല്ല, ഇത് നിങ്ങളുടെ ഊർജ കടങ്ങളാണ്. ഇതൊരു തുലാസാണ്. മീസാൻ. അവിടെയാണ് തൂക്കപ്പെടുന്നത്. ഒരു കോസ്മിക് എനർജിക്ക് ഒരു കോസ്മിക് ക്രമമുണ്ട്.
ദിവ്യമായ സന്തുലിതാവസ്ഥ എന്ന് പറയും. ദിവ്യമായ ഒരു സന്തുലിതാവസ്ഥ. അത് നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന നിങ്ങളുടെ ശ്വാസം വരെ നിങ്ങൾ എടുക്കുന്നുണ്ട്. ശ്വാസം വരെ. ഇതൊക്കെ എനർജിയാണ്. ഇതെല്ലാം പണവും എനർജിയാണ് എന്ന് പറഞ്ഞ പോലെ ആ പണത്തിന് തുല്യമാണ് നമ്മൾ എടുക്കുന്നതെല്ലാം. നമ്മുടെ കാഴ്ച, നമ്മുടെ സംസാരം എല്ലാം. നിങ്ങളെ നന്ദിയില്ലാതെ എടുത്തിട്ടുള്ള കടം വാങ്ങിയിട്ടുള്ളതിനെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്തിനിപ്പോ ഈ ക്ലാസ്സിൽ പോലും നിങ്ങളെ ഇരുത്തുന്നത് ഒരു എനർജിയാണ്. നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ₹1 പോലും മുടക്കാതെ നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് കേറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുകയാണ്. അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായി മാറുന്നു? ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന നന്ദിയല്ല. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളുടെ ഓരോ തലമുടി നാരുകളും നിങ്ങളുടെ കണ്ണും മൂക്കും ചെവിയും കണ്ണും വായും കൈയും കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ മുഴുവൻ ജീവിതവും അതൊന്ന് ത്ലാസിൽ വെച്ച് തൂക്ക്. ആ എനർജിക്ക് നിങ്ങൾ എന്തുകൊണ്ട് നന്ദി പറയും? ആ നന്ദി എന്ന് പറയുന്നത് വാക്കുകളിലൂടെ പറയേണ്ടതല്ല. താങ്ക്സ്, താങ്ക്സ്, താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയേണ്ടതല്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് ഫീൽ ചെയ്യണം നിങ്ങൾ. ഫീൽ, ഫീൽ, ഫീൽ ചെയ്യണം നന്ദി. ഫീൽ ചെയ്യണം. മൂന്നാമതായി നിങ്ങള് സ്വയം ശപിക്കുന്ന വാക്കുകൾ നിർത്തണം. അത് എല്ലാ മോട്ടിവേഷനകത്തും ഇതും പറയുന്നതാണ്. ഞാൻ എപ്പോഴും തകർന്നിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ബിസിനസ് നടക്കുന്നില്ല. എനിക്കൊന്നും പ്രവർത്തിക്കുന്നില്ല. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊന്നും തമാശകളോ അല്ലെങ്കിൽ പരിവേദനങ്ങളോ സങ്കടങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം മന്ത്രങ്ങളാണ്. മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ. നിങ്ങളുടെ നാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലോകത്തിന്റെ നിങ്ങളുടെ ലോകത്തിന്റെ വടിയാണ്. വടി. ആ വടി വെച്ച് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും തെളിക്കാം. നാവ് മന്ത്രങ്ങളാണ്. മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ. അടുത്തത് ഒരു പിശുക്കനായ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ഒരു അടഞ്ഞ ഹൃദയം. പിശുക്കന്റെ ഹൃദയം എന്ന് പറയുന്നത് അടഞ്ഞ ഹൃദയമാണ്. അവൻ എപ്പോഴും 5 പൈസ എങ്ങനെ ലാഭിക്കാം എന്ന് ചിന്തിച്ചു. 5 പൈസ. പിശുക്കന്റെ ഹൃദയം എന്ന് പറയുന്നത് അടഞ്ഞ ഹൃദയമാണ്. ലോകത്ത് ഒരു അടഞ്ഞ ഹൃദയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പിശുക്കന്റേതാണ്. പിശുക്ക് എന്തിനാണ്? കിട്ടുന്നതിൽ നിന്ന് നല്ല കാര്യത്തിനോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾക്കോ കൊടുക്കാൻ കഴിയാത്ത ഇതാണ് പിശുക്ക്. ആ പിശുക്കന്റെ ഹൃദയത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ദൈവം കൊടുക്കാത്തതുകൊണ്ടല്ല. പക്ഷെ അവന്റെ ഹൃദയം ചെറുതായതുകൊണ്ട് അവന്റെ കൈവശം വെക്കാനുള്ള ദൈവികമായ ആ ഡിവൈനിറ്റി വെക്കാനുള്ള പാത്രം ചെറുതായതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യം നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ പാനപാത്രം നിങ്ങളുടെ ഉള്ളിൽ ആ ഡിവൈൻ വന്ന് നിറയാനുള്ള പാത്രം വികസിപ്പിക്കുകയാണ്. വികസിപ്പിക്കുക. സമ്പത്തിലേക്കുള്ള രഹസ്യമായ പാത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണത്തിന്റെ ഒരു ലക്ഷ്യം മാത്രമല്ല. നിങ്ങൾ പണം അത് നിങ്ങളുടെ ആത്മീയമായ പ്രവാഹത്തിന്റെ ഒരു പ്രതിഫലനമാണ്. നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ ആന്തരികമായ ചാനലുകളെല്ലാം അടഞ്ഞു പോയാൽ അത് നിങ്ങളുടെ ബാഹ്യ ജീവിതത്തിൽ കാണും. ബാഹ്യ ജീവിതത്തിൽ കാണും. നിങ്ങളുടെ സാമ്പത്തികമായ ഒരു കരുതൽ എല്ലാവരും കരുതി വെക്കാറുണ്ടല്ലേ? സേവിങ്സ് ഇതൊക്കെ. ആ കരുതൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പിന്തുടരുന്നതല്ല. നിങ്ങൾ പിന്തുടരുന്നതല്ല. നിങ്ങൾ പിന്തുടരുന്നതല്ല. കരുതലിൽ നിന്ന് ആരാണോ സ്വതന്ത്രനായത് അവനെ പിന്തുടരുന്നതാണ്. അവനെ പിന്തുടരുന്ന അവിടെയാണ് ഇതിന്റെ സീക്രട്ട്. നിങ്ങൾ പണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഓടുന്നതല്ല ഇതിന്റെ രഹസ്യം. മനസ്സിലാകുന്നുണ്ടോ? വ്യാഖ്യാനം അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കരുതൽ എന്നത് നിങ്ങളെ പിന്തുടരുന്നതല്ല. നിങ്ങൾ പിന്തുടരുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറകെ ഓടുന്ന സമ്പത്തല്ല നിങ്ങളുടെ ജീവിതത്തിലെ കരുതൽ എന്ന് പറയും. നിങ്ങൾ പുറകെ ഓടുന്ന സമ്പത്തല്ല.
പിന്തുടരുന്നതിൽ നിന്ന്, സമ്പത്തിന്റെ പുറകെ ഓടുന്നതിൽ നിന്ന് സ്വതന്ത്രനായവനെ എന്താണോ പിന്തുടരുന്നത് അതാണ്. അതാണ്. നിങ്ങളുടെ ആത്മാവ് സമ്പത്തിന് വേണ്ടി വെറും നിലത്ത് കിടന്ന് ഏഴുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം തന്നെ സംസാരിക്കാൻ കഴിയാത്തത്ര ഉള്ളാത്തതായി. നിങ്ങളുടെ ജീവിതം തന്നെ അർത്ഥശൂന്യമായി. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ പണത്തെ മാത്രമാണ് പിന്തുടരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എനിക്ക് വരും എന്ന കണ്ണാടിയായി നിങ്ങൾ മാറുന്നതിലൂടെയാണ് നിങ്ങൾ പണത്തിനെ ആകർഷിക്കാൻ തുടങ്ങുന്നത്. അവിടെ നിന്നാണ്, ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ്, ആ ഒരു വിശ്വാസം. ഇതെങ്ങനെ ആവാം? ആ വിശ്വാസത്തിലേക്ക് എങ്ങനെ ആവാം? നിങ്ങൾ ആദ്യം മാറേണ്ടത് ഉടമസ്ഥൻ എന്ന മനോഭാവത്തിൽ നിന്നും കാര്യസ്ഥൻ എന്ന മനോഭാവത്തിലേക്കാണ്. പണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഉടമയാകാൻ പാടില്ല. നിങ്ങളുടെ പണത്തിന്റെ ഉടമയല്ല നിങ്ങൾ. കാര്യസ്ഥൻ. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒരു ഒരു ഏറ്റവും നല്ലൊരു കാര്യസ്ഥന്റെ റോൾ എന്താണ്? കിട്ടുന്ന പണം വളരെ കൃത്യമായി ആ കുടുംബത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. ആ കുടുംബത്തിന്റെ അതാണല്ലോ ഏറ്റവും നല്ല കാര്യസ്ഥന്റെ ലക്ഷണം. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഉടമസ്ഥനാകരുത്. ഇതൊന്നും എന്റേതല്ല. എന്റെ കൈവശമുള്ളതൊന്നും എന്റേതല്ല. ഞാൻ ഇതിന്റെ ഒരു പരിപാലകൻ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഭയം, പണത്തെക്കുറിച്ചുള്ള ഭയം അത് ഒറ്റയടിക്ക് ഇല്ലാണ്ടാവും. ആ പണം ഒഴുകാനുള്ള വാതിൽ തുറക്കുന്ന ഒന്നാമത്തെ പടിയാണ് ഇതൊന്നും എന്റെ ഉടമസ്ഥതയില്ല. ഞാൻ ഇതിന്റെ ഒരു പരിപാലകൻ മാത്രമാണ്. എനിക്കിതൊന്നും ആവശ്യമില്ല. എന്നെ പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നത് ഞാൻ പരിപാലിക്കും. രണ്ടാമത്തതായി നിങ്ങളുടെ എല്ലാ ഇടപാടുകളും അവിടെയാണ് പ്രാർത്ഥന. അല്ലാതെ നിങ്ങൾ തലകുത്തി മറിയണല്ലോ ഇതൊന്നുമല്ല. അത് നിങ്ങളുടെ ഒരു ആശയവിനിമയം മാത്രമാണ്, ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നിർവഹിക്കുന്നത് നിങ്ങളുടെ ഒരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഒരു പ്രാർത്ഥനയല്ലാതെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമാണ്. എല്ലാ ഇടപാടുകളെയും പ്രാർത്ഥനയാക്കുക. എല്ലാ ഇടപാടുകളെയും പണം നൽകുമ്പോൾ പറയുക, അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ പറയരുത്. പണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾ എന്തൊരു സാധനം വാങ്ങുവാണെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ അതൊരു വഴിപാടാണ്. ഒരു സാധനം വാങ്ങുന്നത് ഒരു വഴിപാടാണ്. അതാണ് യഥാർത്ഥ വഴിപാട്. ഒരാളോട് നിങ്ങളൊരു സാധനം വാങ്ങുവാണെങ്കിൽ അതിനെ ശപിച്ചുകൊണ്ടും ഇത് വാങ്ങേണ്ടി വന്നല്ലോ, എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങേണ്ടി വന്നല്ലോ, ഇതിന് കുറച്ചുകൂടെ പൈസ കുറച്ച് ചോദിക്കാറുണ്ട്, ഇത് കുറച്ചുകൂടെ പൈസ വാങ്ങിയത് തന്നെ നഷ്ടമായിപ്പോയി, അബദ്ധമായിപ്പോയി എന്ന് ചിന്തിക്കാതെ വാങ്ങിയ എന്തും 50 പൈസയുടെ ഒരു മിഠായി ആയിക്കൊള്ളട്ടെ, 50 ലക്ഷത്തിന്റെ ഒരു കാറായിക്കൊള്ളട്ടെ, വാങ്ങിയതെന്തും ഒരു വഴിപാട്. നിങ്ങൾ അത് സ്വീകരിക്കുമ്പോൾ പറയുക, ഞാൻ നന്ദിയോടും വിനയത്തോടും, ഉള്ളിൽ പറയുക, നന്ദിയോടും വിനയത്തോടും കൂടി ഞാൻ ഇത് സ്വീകരിക്കുന്നു. ഇത്തരം ഒരു നിലപാട് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ. കൊടുക്കുമ്പോൾ ഒരു രൂപ കൊടുക്കുമ്പോഴും, ഒരു കച്ചവടക്കാരന് 1 രൂപ നിങ്ങൾ ഒരു മിഠായി വാങ്ങാൻ വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയുക, ഇതാ സന്തോഷത്തോടു കൂടി ഞാൻ ഇത് കൊടുക്കുകയാണ്. ആരോടും നിങ്ങളൊരു ഹോൾസെയിലറിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥനയായി, ഒരു വഴിപാടായി നിങ്ങൾ വാങ്ങുക, വഴിപാടായി നിങ്ങൾ വിൽക്കുക. ഇത് പണത്തെ പവിത്രമായ ഒരു എനർജിയാക്കി മാറ്റും. പവിത്രമായ ഒരു എനർജി, ബാഡ് എനർജി അല്ല. 2 എനർജികളാണ് ലോകത്തുള്ളത്. ഈ 2 എനർജികളാണ് നമ്മളെ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ പവിത്രമായ ഗുഡ് എനർജി ആക്കി മാറ്റി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് ഒഴുകി വരും. മൂന്നാമതായി നിങ്ങൾ എപ്പോഴും മനസ്സിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ഫുൾ ടൈം അവൻ ഗ്രാറ്റിറ്റ്യൂഡിലും അൺകണ്ടീഷണൽ ലവിലും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഫോർഗീവ്നെസ്സിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
അത്രയും സുന്ദരമായ ഒരു നിമിഷം ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും മനസ്സിന്റെ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമ്മാനവും നൽകുന്ന സൃഷ്ടാവേ, എല്ലാ സമ്മാനവും ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവനെ, എല്ലാ സമ്പത്തും നൽകുന്നവനെ, അവനോടൊരു നന്ദി പറയാം. അങ്ങനെ വിളിച്ചിട്ട് പറയാ, എല്ലാം വിളിച്ചിട്ട് പറയാം. അങ്ങനെ വിളിച്ചിട്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എല്ലാം എല്ലാം നൽകുന്നവനെ, എല്ലാ സമ്മാനങ്ങളും, എല്ലാ സമ്പത്തും, എപ്പോഴും എന്നെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നവനെ, അവന് അടുപ്പത്തോടെ, ആവശ്യത്തോടെ അല്ല നിങ്ങൾ വിളിക്കേണ്ടത്. ആവശ്യത്തോടെ വിളിക്കരുത്. നിങ്ങളുടെ ആവശ്യം തീരാനും നിങ്ങളുടെ അത്യാഗ്രഹം തീരാനും നിങ്ങളുടെ കടങ്ങൾ തീരാനും വേണ്ടിയല്ല വിളിക്കേണ്ടത്. സ്നേഹത്തോടെ, അടുപ്പത്തോടെ വിളിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം, വലിയ മാറ്റം. ഒരിക്കൽ ഒരു ശിഷ്യനും ഗുരുനാഥന്മാരും ഉണ്ടായിരുന്നു. ആ ഗുരുവിന്റെ കയ്യിൽ ആകെ ഒരു കഷ്ണം അപ്പം മാത്രമേ ഉള്ളൂ, ഒരു കഷ്ണം റൊട്ടി. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് ആ റൊട്ടി ചോദിക്കുന്നത്. അത് ഉടനെ കൊടുത്തു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ആകെ അങ്ങക്ക് കഴിക്കാൻ ആ ഒരു റൊട്ടിയല്ലേ ഉണ്ടായിരുന്നു? അപ്പൊ ആ ഗുരുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പണത്തിന്റെ രഹസ്യം, നിങ്ങളുടെ സമ്പത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ കൊടുത്ത റൊട്ടിയാണ്. ഞാൻ ഈ കൊടുത്ത റൊട്ടിയാണ്. എന്താണോ സ്നേഹത്തോടെ എന്നിൽ നിന്നും പോകുന്നത്, എന്താണോ സ്നേഹത്തോടെ എന്നിൽ നിന്നും പോകുന്നത്, നിങ്ങളിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും, നിങ്ങളിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും, ഓരോ പൈസയും സ്നേഹത്തോടെ, സ്നേഹത്തോടെയാണ് നിങ്ങളെ വിട്ടു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോ, അത് 10 ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു. നിങ്ങളിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും, ഇത് മോട്ടിവേഷൻ പഠിപ്പിക്കലല്ല, ഇത് ജീവിതാനുഭവമാണ് പഠിപ്പിക്കുന്നത്, ജീവിതമാണ് പഠിപ്പിക്കുന്നത്. മോട്ടിവേഷൻ അല്ല. ഇവിടെ മോട്ടിവേഷൻ ഇല്ല. മോട്ടിവേഷൻ പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട. അത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ ഇന്ന് മുതൽ കൊടുക്കുന്ന ഓരോ രൂപയും, ചെലവഴിക്കുന്ന ഒരു രൂപയും, ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നത് പോലും ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നത് പോലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സ്നേഹത്തോടെയാണ് അത് നൽകുന്നതെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ അത് തിരിച്ചു, സ്നേഹത്തോടെ തിരിച്ചു വരും. എത്രത്തോളം? ഇരട്ടി ഇരട്ടിയായി. ഒരിക്കൽ ആ റൊട്ടി കൊടുത്ത ഗുരുനാഥന് പിറ്റേ ദിവസം ഒരു അപരിചിതൻ കൊണ്ടുവന്നിട്ട് ഏഴ് റൊട്ടി ഒരുമിച്ച് സമ്മാനമായി കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോഴാണ് ശിഷ്യന്മാർ അത്ഭുതത്തോടെ പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാൻ പറ്റി? അപ്പൊ ആ ഗുരു ഒന്നുകൂടി പറഞ്ഞു, അടുത്ത രഹസ്യം, ഞാൻ നൽകിയത് റൊട്ടിയല്ല, ഞാൻ വിശ്വാസമാണ് നൽകി. വിശ്വാസം, വിശ്വാസം, സമർപ്പണം, സമർപ്പണം, സമർപ്പണം. അപ്പം എന്ന് പറയുന്നത്, റൊട്ടി എന്ന് പറയുന്നത് വെറും താൽക്കാലികമാണ്. പക്ഷെ എന്റെ വിശ്വാസം, എന്റെ സമർപ്പണം കൊടുക്കും തോറും ഇരട്ടി ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് പണം ഒഴുകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പണം ഒഴുകണമെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ആകുക, വെള്ളം പോലെ. നല്ല വഴക്കമുള്ള, മെയ് വഴക്കമുള്ള, വിശ്വസ്തതയുള്ള, നിർഭയമായ ഒരവസ്ഥയിലിട്ട് നിങ്ങൾ മാറും. ഒരു പാത്രത്തിൽ ഇങ്ങനെ നിറച്ചു വെക്കുന്ന നാണയം പോലെ സമൃദ്ധി ഇങ്ങനെ ശേഖരിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ശേഖരിച്ച്, പകരം ഒരു നദിയായി മാറുക. നദി. എന്തിനാ വെള്ളം എടുത്തു വെക്കുന്നത്? നിങ്ങൾ നദിയാണെന്നുണ്ടെങ്കിൽ ഒരു നദിയായി മാറുക. നദി. കൊടുക്കുന്നതും വാങ്ങുന്നതും സ്നേഹത്തോടെ, സ്നേഹത്തോടെ. നിങ്ങൾ ദൈവത്തോട്, സൃഷ്ടാവിനോട് നാണയങ്ങൾക്ക് വേണ്ടി യാചിക്കരുത്. യാചിക്കുമ്പോ സൃഷ്ടാവ് വിചാരിക്കും, ഞാൻ ഇത്രയും കഴിവ് കൊടുത്ത് ജനിപ്പിച്ചു വിട്ടവൻ, സൃഷ്ടിച്ചു വിട്ടവൻ വന്നിരുന്നിട്ട് യാചകനെ പോലെ. അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിക്കുന്നതുമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ദാഹം. ഇങ്ങനെ സമ്പത്ത് ഉണ്ടാവുള്ളൂ. ഇതുണ്ടായവർക്ക് പോലും ഇതിന്റെ രഹസ്യം അറിയാൻ പാടില്ല. സമ്പത്തുണ്ടായ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് വലിയ എന്റെ പ്ലാനിങ് ആണ്, ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു, ഞാൻ ഇന്ന മാനേജറെ വെച്ചു, ഞാൻ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഏയ്, ഇതൊന്നും അല്ലടോ തന്റെ സമ്പത്തിന്റെ രഹസ്യം. ഒന്നും അല്ല.
സമ്പത്തുണ്ടാക്കിയവന് പോലും ഈ സീക്രട്ട് അറിയില്ല. അവൻ അറിയാം, അവൻ അവൻ ചെയ്തത് ഇങ്ങനെയാണ്. പക്ഷെ അവൻ എന്താണ് ഇതിന്റെ രഹസ്യം എന്നറിയില്ല. സമ്പത്തുണ്ടായ ആളുകള്, അത് സമ്പത്ത് ഉണ്ടായെന്നല്ല, സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇതല്ല. സമ്പത്ത് ഉണ്ടായിട്ടും തുടർന്നു പോവുക എന്നുള്ളതാണ്. പൈസ ഉണ്ടാകുന്നു, ഇപ്പൊ പലരും പറഞ്ഞില്ലേ, പൈസ ഉണ്ടാകുന്നു കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പൈസ ഒഴുകുക നിങ്ങളിലൂടെ. ഒരു നിങ്ങളൊരു ഉറവയാണ്. നിങ്ങളാണ് ഇങ്ങനെ ഉറവ പൊട്ടി ഒരു നദിയായി ഒഴുകേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അതിനു വേണ്ടി യാചിക്കുകയല്ല വേണ്ടത്. ഓക്കെ. അങ്ങനെ നിങ്ങളിലേക്ക് സ്നേഹത്തോട് നിങ്ങൾ കൊടുത്തു വരുന്ന സമ്പത്ത് അതാർക്കും മോഷ്ടിക്കാൻ കഴിയൂല. അതിന്റെ മുകളില് ഒരു ടാക്സും ചുമത്താൻ പറ്റൂല. ആ ടാക്സ് ഒക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയാലും നിങ്ങൾക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും. ആർക്കും, ലോകത്താർക്കും അത് തടയാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. ഞാൻ മുമ്പ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞൊരു കഥ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം. ഓക്കെ. ഇന്ന് ഈ വിഷയം ആയതുകൊണ്ട് ആ കഥ കൂടി പറഞ്ഞ് ഒരു 5 മിനിറ്റിൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാം. ഒരു ഗ്രാമത്തില് ഒരു കുശവൻ താമസിച്ചിരുന്നു. കുടമൊക്കെ മൺകുടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ. മൺകുടങ്ങളും നല്ല പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എപ്പോഴും ആശങ്കയുള്ള ആള് എന്നുള്ള രീതിയിലാണ്. എപ്പോഴും ആശങ്ക, എപ്പോഴും ആര് വന്നാലും പറയും എത്ര പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല, പൈസ ഉണ്ടാവൂല, നമുക്ക് പൈസ ഇല്ല, വെറുതെ പണിയെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. എത്ര കഠിനാധ്വാനം ചെയ്താലും ഈ പൊട്ടിയ പാത്രത്തില് വെള്ളം ഒഴിക്കുന്നത് പോലെ പണം എന്നീന്ന് ഇങ്ങനെ ഒഴുകി 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 പോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്തിട്ടും ദൈവം മറ്റുള്ളവർക്കൊക്കെ നൽകുന്നു, എന്നെ മറന്നു പോവാണ്. അദ്ദേഹം ഒത്തിരി പണിയെടുത്തു, രാവിലെ മുതൽ രാത്രി വരെ മണ്ണ് കുഴച്ചും രൂപപ്പെട്ടും അത് വെച്ച് ഭക്ഷണം കഴിക്കാൻ വരെ ചില സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. അത്ര കഠിനാധ്വാനം ചെയ്തു. പക്ഷേ പണം വരുന്നില്ല. ഈ നിരാശയാണ്, എപ്പോഴും നിരാശ. എങ്ങനെയാണ് ഇനി പണം വരുന്നത്? എങ്ങനെയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിൽ സമാധാനം കിട്ടിയേനെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ഒരാഗ്രഹം. ഇതിന്റെ രഹസ്യം എങ്ങനെയാണ് പണം വരുന്നത്? അങ്ങനെ അത് അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അത് അന്വേഷിച്ച് പല സ്ഥലത്തേക്കൂടെ നടന്നു. ഒരിക്കൽ എവിടെന്നോ ഇങ്ങനെ പണത്തെക്കുറിച്ചുള്ള വിവരം കിട്ടും എന്ന് മനസ്സിലാക്കി ഒരു ഗുരുവിന്റെ അടുത്ത്. അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു ഗുരു ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പോയിട്ട് ഇദ്ദേഹം മുട്ടുകുത്തി വീണു. ഗുരുവേ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കഠിനാധ്വാനം ചെയ്തു. എന്നിട്ടും ഞാൻ മിക്ക ദിവസങ്ങളിലും ഇല്ലായ്മയിലാണ് ജീവിച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും തടസ്സമാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ 2 കലങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുക. 2 കലങ്ങൾ. ഒന്ന്, ഒരേ മണ്ണിൽ നിന്ന് 2 കലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി. ഒരേ മണ്ണിൽ നിന്ന്. ഒരേ മണ്ണിൽ നിന്നും 2 കലങ്ങളെ നിങ്ങൾ സൃഷ്ടിച്ചു. ഒരേ മണ്ണിൽ നിന്ന്. ഓരോ ദിവസവും ഒരു ഒരു പാത്രം വളരെ കുറ്റമറ്റതായിരുന്നു. വളരെ കുറ്റമറ്റത്. ഒരു 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 കംപ്ലൈന്റും പറയാനില്ല. മറ്റൊരു കലമാകട്ടെ അതിന് ചെറിയൊരു വിള്ളലുണ്ടായിരുന്നു. ചെറിയൊരു ഓട്ടയുണ്ടായിരുന്നു. ഓരോ ദിവസവും നിങ്ങള് തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നുണ്ട്. വെള്ളം. ഓരോ ദിവസവും 2 കൈകൾ പിടിച്ചുകൊണ്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ പൊട്ടിയ കലത്തിലെ വെള്ളം പകുതിയോളം ചോർന്നു പോകും. പകുതിയോളം. മറ്റേ കലത്തിൽ എപ്പോഴും നിറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഈ പൊട്ടിയ കലം കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എപ്പോഴും വില കെട്ടവനാണ്, ഞാൻ എപ്പോഴും വില കെട്ടവനാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു.
എന്തിനു വേണ്ടിയാണോ എന്നെ ഉണ്ടാക്കിയത് ആ ജോലി പോലും, എന്തിനു വേണ്ടിയാണോ ഈ മണ്ണ് കൊണ്ട് എന്നെ സൃഷ്ടിച്ചത് ആ ജോലി പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നീ കലം വിഷമം പറഞ്ഞുകൊണ്ടിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ്, കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ കലത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ നിറഞ്ഞ കലം കൊണ്ടുവന്നത് ആ ഭാഗം ഇടതുവശത്തും പൊട്ടിയ കലം വലതുവശത്തും പിടിച്ചാ കൊണ്ടുവന്നു. ഈ വലതുവശത്ത് മുഴുവൻ വലിയ ചെടികളും നല്ല പൂന്തോട്ടവും പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നു. പൊട്ടിയ കലം ചോർന്നൊലിച്ച ഭാഗത്ത് മാത്രം ഇത്ര സുന്ദരമായിട്ടാണ് ആ ചെടികളും ഇതൊക്കെ വളർന്നു നിൽക്കുന്നത്. ഇത്രയും കാലം വെള്ളം നനയ്ക്കായിരുന്നു അവിടെ. എന്താണ് ഈ കലത്തീന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? ആ കുശവൻ ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നിയത് പോലെ അല്ല. അപ്പോ ആ ഗുരു മന്ത്രിച്ചു. നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പരിശ്രമത്താൽ രൂപപ്പെടുന്നതല്ല. നിങ്ങളാണ് ഉറവിടം എന്ന വിശ്വാസത്താലാണ് തടയപ്പെടുന്നത്. നിങ്ങളാണ് പൈസയുടെ ഉറവിടം. നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങളുടെ ഭയം, പൈസ തീരുമോ, പൈസ നഷ്ടപ്പെട്ടു പോമോ, പൈസ എന്റെ കയ്യിലിരിക്കോ എന്നാ ആ ഭയം കൊണ്ട് നിങ്ങളുടെ കലം നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. പക്ഷേ സമ്പത്ത് എന്ന് പറയുന്നത് സ്ഥലം ഉള്ളിടത്തിലൂടെയാണ് ഒഴുകുന്നത്. സ്ഥലം ഉള്ളിടത്തിലൂടെ എവിടെയാണോ അതിന് സ്പേസ് കിട്ടുന്നത് അതിലൂടെയാണ് ഒഴുകുന്നത്. അതിലൂടെ അതിനുശേഷം ആ ഗുരുനാഥൻ ആ കൊശവൻ ഒരു ചെറിയ കലം കൊടുത്തു. ഒരു ചെറിയ കലം. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഞാൻ ഉടമയല്ല, കാവൽക്കാരൻ മാത്രം. ഇത് നിങ്ങളുടെ കടയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. ഞാൻ ഉടമയല്ല, കാവൽക്കാരൻ മാത്രം. നിങ്ങൾ എന്ത് വിൽക്കുവാണെങ്കിലും, നിങ്ങൾ എന്ത് വാങ്ങുവാണെങ്കിലും, എന്ത് ചെലവഴിക്കുവാണെങ്കിലും, നിങ്ങൾ വാങ്ങുവാണെങ്കിലും നിങ്ങൾ ഉള്ളിൽ മന്ത്രിക്കുക, ഇത് എന്റേതല്ല, ഞാൻ സൂക്ഷിപ്പുകാരൻ മാത്രം. ഒന്നും നിങ്ങൾ കൊടുക്കുമ്പോൾ നഷ്ടം എന്ന് മനസ്സിൽ കരുതരുത്. നഷ്ടം എന്ന് കരുതരുത്. എന്നിലൂടെ ഒഴുകുകയാണ്. സ്നേഹത്തോടെ ഞാൻ കൊടുക്കുന്നു, സ്നേഹത്തോടെ ഞാൻ വാങ്ങുന്നു. വിശ്വാസമാണ് ഒഴുകുന്നത്. വിശ്വാസം. എന്റെ സമർപ്പണമാണ് എന്നിൽ നിന്ന് പോകുന്ന പണം. സ്വീകരിക്കുമ്പോൾ ഞാനിത് സമ്പാദിച്ചു എന്ന് പറയരുത് ഒരിക്കലും. ഇത് ആദൃശ്യമായവനിൽ നിന്നും, എന്റെ ചാരയുള്ളവനിൽ നിന്നും, എന്നെ പരിപാലിക്കുന്നവനിൽ നിന്നുള്ള ചുംബനമാണിത്. ചുംബനമാണ് എന്നിലേക്ക് കിട്ടുന്ന ഓരോ പണവും. ഓരോ പണവും. ആ കുശുവൻ തന്റെ ആ കടയിലേക്ക് മടങ്ങി. അദ്ദേഹം പ്രവർത്തനത്തിൽ ഒന്നും മാറ്റം വരുത്തിയില്ല. പക്ഷേ ഹൃദയത്തിൽ മാറ്റം വരുത്തി. ഹൃദയത്തിൽ പിന്നീട് ഒരിക്കലും അവൻ പണത്തെ ശപിച്ചില്ല. അവൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാ സമ്മാനങ്ങളും നൽകുന്നവനെ, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവനെ, എല്ലാ സമ്പത്തും നൽകുന്നവനെ ഞാൻ സ്നേഹത്തോടെ നൽകുന്നു, ഞാൻ സ്നേഹത്തോടെ വാങ്ങുന്നു. അവന് കുറഞ്ഞ കച്ചവടം ഉണ്ടായിരുന്ന സമയത്ത് പോലും അവൻ പലർക്കും സൗജന്യമായിട്ട് കൊടുത്തു. പാവപ്പെട്ടവർക്ക് സാധനങ്ങൾ കൊടുത്തു. ഏറ്റവും ചെറിയ ലാഭത്തിന് വരെ അവൻ പരസ്യമായിട്ട് നന്ദി പറയാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ വിചിത്രമായത് സംഭവിച്ചു. അവന്റെ കടയിലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങി. കലങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. കലങ്ങളെല്ലാം ആ പഴയ കലങ്ങൾ തന്നെ. അവൻ പഴയതുപോലെ തന്നെയാണ് അവൻ പണി ചെയ്യുന്നത്. പഴയപോലെ. പക്ഷെ അവൻ മാറി. അവന്റെ ഹൃദയം മാറി. കടയിലേക്ക് ആളുകൾ ഓട്ടോമാറ്റിക്കലി ആകർഷിക്കാൻ തുടങ്ങി കച്ചവടക്കാരെ. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുവാണെങ്കിലും, നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ വീട്ടമ്മയാണെങ്കിലും, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണ്, നിങ്ങളിലേക്ക് വരും ആള്. നിങ്ങളിലേക്ക്. അതെങ്ങനെയാണ് എന്ന കുശവനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അതിനുള്ള ഉത്തരം. ഞാൻ പണത്തെ പിന്തുടരുന്നത് നിർത്തി. പണത്തെ പിന്തുടരുന്നത് നിർത്തി. പണത്തിന്റെ പുറകെ ഓടുന്നത് നിർത്തി. ഇന്നും ആ നാട്ടിലൂടെ പോകുന്ന യാത്രക്കാർ പറയും, ആ നാട് കടന്നു പോകുന്നവർ പറയും, നിങ്ങൾ ആ ഗ്രാമം സന്ദർശിക്കുകയാണെങ്കിൽ
അവിടെ ഒരു പാത്ര കടയുണ്ട്, ഒരു മൺപാത്രക്കട. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ കടയുടെ അവിടെ, ഇതെന്റേതല്ല, ഞാനൊരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പാത്രം വാങ്ങാൻ കിട്ടുമെന്ന്, അത്ര ഫേമസ് ആണ്. നമ്മുടെ മനസ്സിലാണ് ഇത് എഴുതി വെക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ. എന്റേതല്ല. നിങ്ങളുടെ ലോകം തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ സംശയങ്ങളൊക്കെ നമുക്ക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ചോദിക്കാം. എല്ലാവരും ഈ സോൾ അവേക്കനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് റെഡിയാവും. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ബ്ലോക്കേജുകളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ സോൾ അവേക്കനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷണൽ ബ്ലോക്കേജുകളെയും മാറ്റി നമ്മളുടെ ആ പ്യൂരിഫിക്കേഷൻ, നമ്മുടെ ബോഡിയുടെയും മനസ്സിന്റെയും ആത്മാവിന്റെയും പ്യൂരിഫിക്കേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ രാവിലെ ചെയ്യുന്ന ഒരു 10 മിനിറ്റ് നേരമുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കണ്ണുകൾ അടച്ച് നിശബ്ദമായിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇത് പ്രത്യേകിച്ച് ഇതിനകത്ത് വല്ല പ്രാർത്ഥനയോ ഒന്നും നിങ്ങൾ നടത്തേണ്ടതില്ല. ഇതൊരു പ്രയർ അല്ല, ഇതൊരു പ്രാർത്ഥനയല്ല. പല രീതിയിലും ഇതിനെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാം ഒന്നിലേട്ടാണ് നയിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട, ഒന്നും പറയുകയും വേണ്ട, ഒന്നും പ്രാർത്ഥിക്കുകയും വേണ്ട. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷണൽ ബ്ലോക്കേജുകളെ മാറ്റും. നിങ്ങളുടെ ആത്മാവിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യും, അതിനെ ഉണർത്തും. ഇതൊരു മതപരമായ ഒരു ചടങ്ങായിട്ടല്ല ഇതിനെടുക്കേണ്ടത്. ഇത് നിങ്ങളും സൃഷ്ടാവും, നിങ്ങളുടെ ഈശ്വരനും, ദൈവം, അള്ളാഹു, നിങ്ങൾ ഏത് പേരിൽ വിളിച്ചാലും ആ സൃഷ്ടാവായ ഈശ്വരൻ എല്ലാവർക്കും ഒന്നാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ആ ഈശ്വരനുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു കുറച്ച് സമയം, അവന്റെ ചാരയിരിക്കുന്ന, അവന്റെ സമീപത്തിരിക്കുന്ന ഒരു സമയം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സിമ്പിളാണ്. വളരെ കണ്ണടച്ചിരിക്കുക, എല്ലാം സമർപ്പിക്കുക. എല്ലാ ഈഗോയും, ഞാൻ അവിടെ ഇത് ചെയ്തതാണ്, ഞാൻ അവിടെ കണ്ടതാണ്, ഞാൻ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്തതാണ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്, ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്, ഞാൻ ധ്യാനം ചെയ്യുന്ന ആളാണ്. ഇതൊന്നുമായി ഇതിന് ഒരു ബന്ധവുമില്ല. ഇതൊന്നുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആ സത്ത ആസ്വദിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം വിടുക. ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനെന്ന ഭാവം എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. എല്ലാം ഉപേക്ഷിക്കുക. അഹങ്കാരം, അസൂയ, കാപട്യം, നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക്, ഈശ്വരനിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. അതാണ് സറണ്ടർ എന്ന് പറയുന്നത്. സറണ്ടർ ചെയ്യൂ എന്ന് പറയും. ആ സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കേജുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മളൊരു സോൾ മാസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ചാനലായി അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ ഒരു ചാനലിലൂടെ ഒരു പ്രകാശം എങ്ങനെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് എനിക്ക് സംഭവിക്കുന്നത്. വളരെ സിമ്പിളാണ്. പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ് നിങ്ങൾ. ഒരു ടെൻഷനും വേണ്ട. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുക. വല്ല വൈബ്രേഷനോ തലയ്ക്ക് വേദനയോ തലചുറ്റലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കോമൺ. ഇതിന്റെ ഒരു ആദ്യമായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നതാണ്. കണ്ണുകൾ അടച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അവർ കണ്ണ് എങ്ങനെയെങ്കിലും അടച്ച് വെറുതെ ഇരിക്കുക. ചിന്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ. ആ ചിന്തകളെ തടയാനൊന്നും നിൽക്കണ്ട. എപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാവും. ആ ചിന്തകളെ വെറുതെ ഒന്ന് നോക്കി കണ്ണടച്ച് കണ്ണിന്റെ മുന്നിലേക്ക് നോക്കിയിരിക്കുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല.